തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കുകൾക്കിടയിലാണ് കളമശ്ശേരിയിൽ വെച്ച് മന്ത്രി പി രാജീവിനെ കാണാനായി ഞങ്ങൾ രാവിലെ എത്തിയത്. രാവിലെ തിരക്കിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം അല്പസമയം വളരെ വേഗത്തിൽ നമ്മളോടൊന്ന് സംസാരിക്കാമെന്ന് സമ്മതിക്കുകയുണ്ടായി. തിരക്കെനിക്ക് മനസ്സിലാവും. ഇപ്പോൾ കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പൊതുവികാരം, മോദി സർക്കാരിനെതിരായ ഒരു പൊതുവികാരമുണ്ട്, BJP വിരുദ്ധമായ കേരളത്തിൻ്റെ മനസ്സുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണമായ ഡിവിഡൻഡ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുമോ? ഇതുവരെയുള്ളൊരു അനുഭവം വെച്ച് എനിക്ക് തോന്നുന്നു ഇത്തവണ വളരെ ശക്തമായി തന്നെ ആ വികാരം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. കാരണം കഴിഞ്ഞ തവണ ഒരിക്കലും കോൺഗ്രസിന് വോട്ട് ചെയ്യാതിരുന്നവർ പോലും ഇതേ മനോഭാവത്തിൽ കോൺഗ്രസിനൊരു ബദലാകാൻ കഴിയും എന്ന കാഴ്ചപ്പാടോടുകൂടി വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വിഭാഗം വലിയ നിരാശയിലാണ്. അവരുടെ അനുഭവങ്ങൾ അവരെ ശരിയായൊരു ധാരണയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. ഏറ്റവും വലിയ കക്ഷിയാകാൻ ശ്രമിച്ച കോൺഗ്രസ് 52 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. അതിൽ തന്നെ ഇപ്പോൾ 42 മറ്റോ അവശേഷിക്കുന്നുള്ളൂ. പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം മാത്രമല്ല എല്ലാ വിഭാഗങ്ങളും, ഇപ്പോൾ മണിപ്പൂർ ഒരു വളരെ വേദനിപ്പിക്കുന്ന അനുഭവമാണ്. പക്ഷേ മണിപ്പൂരിൽ ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചതും കോൺഗ്രസ്സാണ്. യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ 48 സീറ്റോടുകൂടി വലിയ ഭൂരിപക്ഷത്തിലാണ് 2012 കോൺഗ്രസിൻ്റെ സർക്കാരുണ്ടായിരുന്നത്. 2017 ആയപ്പോൾ 60-ൽ 28 അംഗ കോൺഗ്രസ് അംഗങ്ങളാണ് ജയിച്ചത്. 3 സീറ്റിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ടിക്കറ്റിന് കാശില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അന്ന് ഇഷ്ടംപോലെ കാശുള്ള സമയത്ത് ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവിടെ 21 അംഗങ്ങളുണ്ടായിരുന്ന BJP മന്ത്രിസഭയുണ്ടാക്കി. കോൺഗ്രസിൻ്റെ നേതാവ് ബീരൻ സിംഗ് നേരെ മുഖ്യമന്ത്രിയായി. ആദ്യമായിട്ട് 2017 മണിപ്പൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് മന്ത്രിസഭയും മുഖ്യമന്ത്രിയെയും സമ്മാനിച്ചത് കോൺഗ്രസ്സാണ്. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ വംശഹത്യ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങൾ തകർക്കുന്നത് ഉൾപ്പെടെയുള്ള അവസ്ഥ സൃഷ്ടിച്ചത്. അതേപോലെ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഒരു അരുണാചൽ മോഡലിലേക്കാണ് പോകുന്നത്. കാരണം മാനസികാവസ്ഥ BJP മാനസികാവസ്ഥയിലേക്ക് മാറി. അരുണാചലിൽ വലിയ ഭൂരിപക്ഷത്തോടെ 60-ൽ 43 സീറ്റും നേടി പേമഖണ്ഡ് മുഖ്യമന്ത്രിയായി. 41 പേരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരെ മാസങ്ങൾക്കുള്ളിൽ BJP മന്ത്രിസഭയായി. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആസാം മുഖ്യമന്ത്രി പറഞ്ഞ കറക്റ്റ്, കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒന്നിച്ച് വലിക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റാണ് കോൺഗ്രസിൻ്റെ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിനകത്ത് വലിയ തോതിലൊരു ഒഴുക്കും മാറ്റവും BJPയിലേക്ക് പോകും വിധം പ്രതീക്ഷിക്കുന്നു എന്നാണോ കരുതുന്നത്? കോൺഗ്രസ് ദുർബലപ്പെടരുത് എന്ന് കരുതുന്നവരാണല്ലോ ഇടതുപക്ഷം. പക്ഷേ കോൺഗ്രസിനെ കേരളത്തിൽ ഇപ്പോഴത്തെ നേതൃത്വം പാകപ്പെടുത്തുന്നത് ഈ അവസ്ഥയിലാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പൗരത്വ ഭേദഗതിയാണ്. മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു പൗരത്വ ഭേദഗതി ചട്ടം വന്നപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കില്ല. അപ്പോൾ നാട് പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവും ഒറ്റ സ്വരത്തിൽ പറയും ഞങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുൻപിൽ ഞങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷെ അതിന് പകരം അദ്ദേഹം പറഞ്ഞത് ഇത് ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല, കേന്ദ്ര നിയമമാണ് എന്ന നിലയാണ്. അതിലേറ്റവും കൗതുകകരമായ കാര്യം, കഴിഞ്ഞ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ആ പ്രമേയത്തിൻ്റെ ചർച്ച ഞാൻ നോക്കുകയുണ്ടായി. ആ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായ നിയമമാണ്, അതുകൊണ്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് അന്ന് MLA ആയിരുന്ന VD സതീശൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് മലക്കം പറഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഒരു ഹിന്ദുത്വ സമീപനത്തിലേക്ക് കൂടുതൽ പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് ഒരു മുസ്ലിം പ്രീണനത്തിൻ്റെ റദ്ദാക്കണമെന്നുള്ള മുസ്ലിം പ്രീണനത്തിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം പ്രശ്നമോ അല്ല, മുസ്ലിമിനെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ നമ്മളിപ്പോൾ മതം ഒരു അടിസ്ഥാനമാക്കി കഴിഞ്ഞാൽ നാളെ ക്രിസ്ത്യാനിയെ മാറ്റാം, ആരെയും മാറ്റാം, രാഷ്ട്രത്തിൻ്റെ പൊതു സ്വഭാവം മാറും. ആ സ്വഭാവം മാറുന്ന പ്രശ്നം പ്രകടന പത്രികയിൽ ഇടം പിടിക്കേണ്ട ഗൗരവം പോലും ഇല്ല എന്ന് രാജ്യസഭയിലേക്ക് സീറ്റ് ദാനം ചെയ്ത് ഇവിടെ വന്ന് മത്സരിക്കുന്ന സംഘടനാ സെക്രട്ടറി പറയുകയാണ്. ഇത് ജനങ്ങൾ കാണുമല്ലോ ഇവരുടെ ഈ നിലപാടുകൾ. സ്വാഭാവികമായിട്ടും അതനുസരിച്ച് തന്നെ ഒരു സമീപനം സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ ഉണ്ടാകും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് കേരളീയ സമൂഹം. അപ്പോൾ ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ ശക്തമായൊരു ബദൽ, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്. BJPക്കെതിരായ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഇടതുപക്ഷമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും BJPക്ക് പിൻവലിക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റാണ് കോൺഗ്രസിൻ്റെ MPമാർ. അതായത് BJPക്ക് പിന്നാലെ വളരെ കൃത്യമായൊരു മൃദു ഹിന്ദുത്വം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമാക്കി കോൺഗ്രസ് കേരളത്തിലടക്കം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച, അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ ജനങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതാണ്. ഒറ്റ കാര്യം കൂടി, പക്ഷേ ഇതിനിടയിൽ ദില്ലിയിൽ ED അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ആദായ നികുതി വകുപ്പിനെ പല രൂപ, ഇപ്പോൾ തൃശ്ശൂരിലെ അനുഭവം ഉണ്ടല്ലോ, ഈ വിഷയത്തിലൊക്കെ എങ്ങനെയാണ് ജനങ്ങളോട് ഇതിലെ പിശകുകളെ, ഇതിലെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ, അതിലെ നിയമപരമായ പോരായ്മകളെ, വേട്ടയാടലിനെ എങ്ങനെയാണ് തൃശ്ശൂരിലെ ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ പോലുള്ള സംഭവങ്ങളെ മുൻനിർത്തി ജനങ്ങളോടിപ്പോൾ CPIM വിശദീകരിക്കുന്നത്? ഇതിപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കൂടുതൽ അറിയാം. ഇലക്ട്രൽ ബോണ്ട് വന്നതോടുകൂടി ഇതുവരെ നമ്മൾ അറിയാത്ത ഭാഗങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം
കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വിട്ട ഫേസ്ബുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി എത്ര മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തു? സോണിയാഗാന്ധി എത്ര മണിക്കൂർ ചോദ്യം ചെയ്തു? ഉടൻ തന്നെ നമ്മൾ കേരളത്തിലെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല ചോദിച്ചത്. ആ ചോദ്യം ചെയ്യൽ തന്നെ രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിലെ കോൺഗ്രസ് ഇവിടുത്തെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് നോക്കുന്നത്. അവർ രാജ്യത്തെ കാണുന്നില്ല, ഇന്ത്യ എന്ന ആശയത്തെ കാണുന്നില്ല, അന്വേഷണ ഏജൻസികൾ ദുരുപയോഗപ്പെടുന്നത് കാണുന്നില്ല. ഇപ്പോൾ ചിദംബരത്തെ എത്ര ജയിലിലടച്ചു? അപ്പോൾ അത്തരം അനുഭവങ്ങളുള്ള ഒരു പാർട്ടി തന്നെ. ഇപ്പോൾ കെജ്രിവാളിനെ ഇ ഡിക്ക് വഴി തുറന്നു കൊടുത്തത് കോൺഗ്രസ് നൽകിയ പരാതിയാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് നിർവഹിക്കുന്ന റോളാണ് അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ഒരു ഇടം നൽകുന്നു എന്ന് കെജ്രിവാളിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ കാണുകയുണ്ടായി. അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചതും തെറ്റായ നടപടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിക്ക് നിൽക്കുമ്പോൾ ഇനി അവരുടെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയോടും അങ്ങനെ സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് മാത്രം ഒരു തെറ്റായ സമീപനം BJPയുടെ നാവായി മാറുന്നു എന്നാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുമേഖലാ ബാങ്കുകളിലെ അക്കൗണ്ട് പോലും BJP ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ പോലും അനുവദിക്കാത്ത വിധം അതിനെ മരവിപ്പിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? അത് നേരത്തെ പണ്ട് 2000 നോട്ട് നിരോധിച്ച ഘട്ടത്തിലുണ്ടായിരുന്നല്ലോ, പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് UP ഇലക്ഷനൊക്കെ മുമ്പാണല്ലോ. ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് പൊതുമേഖലാ ബാങ്കുകളിൽ നിക്ഷേപിച്ച് അത് കൃത്യമായ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു, മറ്റു പാർട്ടികളുടെ CPIയുടെ നോട്ടീസ് കൊടുക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് പ്രതിപക്ഷത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ കൈയും കാലും കെട്ടിയിടുക എന്ന സമീപനമാണ്. അതിനെതിരെ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. ഈ ഘട്ടത്തിൽ ഈ പ്രശ്നത്തെ ഒരേപോലെ നിലപാട് സ്വീകരിക്കാനാണ് കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളായാലും തയ്യാറാകേണ്ടത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ ചെറിയ താല്പര്യം വെച്ച് BJP മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. 20 സീറ്റിൽ ഏതാണ്ട് ഒരു ഭൂരിപക്ഷം സീറ്റുകളിലേക്കും ജയിക്കാവുന്ന നിലയിലേക്ക് ഈ ഘട്ടം കൊണ്ട് LDF മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? നല്ല മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല വികാരം ഇടതുപക്ഷം വരേണ്ടതുണ്ട്. ഒരു വിശ്വാസ്യതയുള്ള BJPക്ക് എതിരെയുള്ള നിലപാട് ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ കഴിയൂ എന്ന മനോഭാവം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ശക്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് പലയിടങ്ങളിലും സഞ്ചരിക്കുമ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു. മന്ത്രി P. രാജീവാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും വിശദമായി തന്നെ സൂചിപ്പിച്ചത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ വളരെ വ്യക്തമായ മുൻതൂക്കം പ്രചരണ രംഗത്ത് പ്രകടമാണ്. ഏറ്റവും അധികം സീറ്റുകളിൽ ലഭിക്കുന്ന മുന്നണിയായി ഇടതുമുന്നണി മാറാൻ പോകുന്നു. അതുപോലെ BJPക്ക് പിന്നാലെ മൃദു ഹിന്ദുത്വ സമീപനം കേരളത്തിൽ അടക്കം വളരെ ശക്തമായി വളരെ പ്രകടമായി കോൺഗ്രസ് കാഴ്ചവെക്കുന്നു. ആ നിലയിൽ കേരളത്തിലെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അരുണാചലിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അരുണാചലിൽ എങ്ങനെയാണോ കോൺഗ്രസ് BJPയിലേക്ക് പോയത് അതേ മട്ടിൽ കേരളത്തിലെയും കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതടക്കമുള്ള നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നയിടത്ത് ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചത്.